ഹായ് ഹലോ, ദിസ് ഈസ് ഡേ 5. ഇന്ന് നമ്മൾ പോകാൻ പോകുന്നത് പശുപതിനാഥ് ടെമ്പിളാണ്. എന്നത്തെയും പോലെ തന്നെ രാവിലെ ഞങ്ങൾ ഇറങ്ങി, കാപ്പിയൊന്നും കുടിക്കാതെ തന്നെയാണ് ഇറങ്ങിയത്. ഇതൊരു ഫേമസ് ശിവ ടെമ്പിളാണ്. ആൻഡ് ഞാൻ കരുതി ഇന്ന് തൊട്ടുള്ള നമ്മുടെ വീഡിയോസ് എല്ലാം ചെറിയ ചെറിയ ഞങ്ങൾ പോയ സ്ഥലങ്ങൾ മാത്രം വെച്ചിട്ട് ഓരോ ചെറിയ ചെറിയ ഷോർട്ട് വീഡിയോസായിട്ട് ചെയ്യാമെന്ന്, ഒരുപാട് വലിച്ച് നീട്ടി ചെയ്യേണ്ടെന്ന് കരുതി. അപ്പം അവിടെ രാവിലെ തന്നെ എത്തിയോണ്ട് അധികം തിരക്കില്ലായിരുന്നു. അപ്പം നമുക്ക് കയറി തൊഴാനും കാര്യങ്ങളൊക്കെ പറ്റി. പിന്നെ ഈ ക്ഷേത്രത്തിനെക്കുറിച്ച് ഒരുപാട് ഐതിഹ്യങ്ങളും കാര്യങ്ങളും ഒരുപാട് കാര്യങ്ങളിങ്ങനെ അവിടെ ചെന്ന സമയത്തും ഈ ആൾക്കാർ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു നമുക്ക്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം നേരെ കാണുന്ന ആ സ്ഥലം അമ്പലം എന്ന് കരുതത്. പിന്നെ മനസ്സിലായത് അത് അമ്പലം അല്ലാതെ ഒരു റെസ്റ്റ് ഹൗസോ പോലത്തെ എന്തോ ഒരു സംഭവമായിരുന്നു. പിന്നെ അതിനോട് ചേർന്നിട്ട് വേറൊരു കടയുണ്ടായിരുന്നു. ആ കടയിൽ നിന്ന് നമുക്ക് ചെരുപ്പിടേണ്ടതും പിന്നെ അകത്ത് പൂജയ്ക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ മേടിച്ചുകൊണ്ട് പോകേണ്ടത്. അതായത് ദർശനത്തിന് പോകുന്ന സമയത്ത് ചിലർ പൂജയുടെ സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ടോ. അപ്പോൾ ഞങ്ങൾ എല്ലാവർക്കും കൂടെ വേണ്ടിയിട്ട് ഒരു പൂജാതാലം മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനുശേഷം ഇവിടുന്ന് കുറച്ച് ദൂരം നടക്കാനുണ്ടായിരുന്നു അങ്ങ് അമ്പലത്തിലേക്ക്. പിന്നെ ഞാൻ ഈ പൂജാ താലത്തിൽ എന്തൊക്കെയാണെന്നുള്ളത് നോക്കിയിട്ടില്ലായിരുന്നല്ലോ. അപ്പം ഞാൻ അമ്മയെ പിടിച്ച് നിർത്തിയിട്ട് എന്തൊക്കെയാണ് ഉള്ളതെന്ന് നോക്കി കേട്ടോ. അപ്പോൾ കുങ്കുമം, പിന്നെ പൂക്കളുണ്ടായിരുന്നു, പിന്നെ മഞ്ഞക്കോടി പോലത്തെ നമ്മുടെ അവിടുത്തെ ഒരു കോടി ഉണ്ടായിരുന്നു, പിന്നെ രുദ്രാക്ഷമാല, ഒരു വലിയ രുദ്രാക്ഷമാല ഉണ്ടായിരുന്നു, പിന്നെ തേങ്ങ ഉണ്ടായിരുന്നു, പിന്നെ മെഴുകുതിരിയുടെ ഒരു വിളക്കുണ്ടായിരുന്നു, പിന്നെ നമ്മുടെ ഈ ജീരകമുട്ടായി പോലെ നോർത്ത് സൈഡിലൊക്കെ ചിലവ് നമുക്ക് പ്രസാദമായിട്ട് കിട്ടത്തില്ലേ, അതുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ കുറച്ച് ദൂരം കൂടെ നടന്നതിന് ശേഷം ക്ഷേത്രത്തിലെത്തി. അപ്പോൾ ഞങ്ങൾ നോക്കിയപ്പോൾ അതോ അങ്ങ് കിടക്കുന്നു ക്യൂ. പിന്നെ അവിടെ ചെന്ന് ക്യൂവിൽ നിന്നു. അതിനുശേഷം എനിക്കൊന്നൊരു 15 to 20 മിനിറ്റ്സിനകത്ത് നമുക്ക് അകത്ത് കയറാൻ പറ്റി. അകത്തേക്ക് ക്യാമറ ഒന്നും അലൗഡ് അല്ലായിരുന്നു. കാരണം അകത്ത് ഫോട്ടോസ് വീഡിയോസ് ഒന്നും എടുക്കാൻ അവർ സമ്മതിച്ചില്ല. നമ്മളെ ക്യാമറ ഫോണൊക്കെ ഓഫ് ചെയ്യിപ്പിച്ചിട്ട് അകത്ത് കയറ്റിച്ച് പുറത്ത് നിന്ന് എടുത്തോളാൻ പറഞ്ഞായിരുന്നു. അത് നമ്മൾ പുറത്ത് നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു, പക്ഷേ അകത്തേക്ക് ഒന്നും കയറ്റില്ല. പിന്നെ അതിനുശേഷം ഞങ്ങളത് അമ്പലത്തിലേക്ക് കയറാൻ നിന്നപ്പോൾ ഇവർ വന്നിട്ട് ഒരു 10 പേരെന്തോ അകത്ത് പെട്ടെന്നൊരു വയസ്സായ ആൾ വന്ന് ക്യൂവിൽ ഇടയിൽ കൂടെ കയറി. പിന്നെ അമ്പലമല്ലേ, ഞങ്ങളും പിന്നെ വേറൊന്നും പറയാൻ പോയില്ല. അതിനുശേഷം അകത്തെ കംപ്ലീറ്റ് ഞാനൊരു ഫോട്ടോസായിട്ട് നെറ്റിൽ നിന്ന് ഫോട്ടോസ് എടുത്തിട്ടാട്ടോ ഇട്ടേക്കുന്നത്. അത് കയറുമ്പോൾ തന്നെ വലിയൊരു നന്ദി ദൈവത്തിൻ്റെ ഒരു പ്രതിഷ്ഠയും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. പ്രതിഷ്ഠയിലെ രൂപവും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഇതാട്ടോ ഭാഗ്മതി റിവർ. ഇവിടെയാണ് നമ്മുടെ ശവം സംസ്കരിക്കാനും ഇതൊക്കെ സത്യം പറഞ്ഞാൽ കാണാൻ ഞാനിതൊങ്ങനെയൊന്നും കണ്ടിട്ടില്ലെന്ന്. അപ്പോൾ എനിക്ക് കാണാൻ കൗതുകമായിരുന്നു. അങ്ങനെ എല്ലാം കണ്ടു, പക്ഷേ എനിക്കൊന്നും ഫോട്ടോസോ വീഡിയോസോ ഒന്നും എടുക്കാൻ പറ്റത്തില്ല. എനിക്ക് സങ്കടമായിപ്പോയി കേട്ടോ. ഇതെല്ലാം കാണേണ്ടതായിരുന്നു അവിടെ, പക്ഷെ ഒന്നും എടുക്കാൻ പറ്റിയില്ല. സത്യം പറഞ്ഞാൽ ഈ ക്ഷേത്രത്തിൻ്റെ അകത്താട്ടോ എല്ലാം കാണാനുള്ള, പക്ഷേ അവിടെ ഇപ്പം ഫോട്ടോഗ്രാഫി വീഡിയോഗ്രാഫി ഒന്നും അലൗഡ് അല്ല. അതുകൊണ്ട് എനിക്കൊന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഞങ്ങൾ പിന്നെ തിരിച്ച് അതിനുശേഷം പുറത്തിറങ്ങിയിട്ട് ഈ പുള്ളിക്കാരൻ്റെ എടുക്കുന്നൊരു ഫോട്ടോ ഒക്കെ എടുത്തതിന് ശേഷം ഞങ്ങൾ ഇവിടെ നിന്ന് തിരിച്ചു കേട്ടോ അടുത്ത സ്ഥലത്തേക്ക്. അപ്പോൾ ഈ വീഡിയോ ഇതുവരെ കണ്ട എല്ലാവർക്കും താങ്ക് യു.